ഹായ്, എല്ലാവർക്കും ലേണേഴ്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ 4 ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ കടക്കുന്നത് പാർട്ട് 5ലേക്കാണ് കേട്ടോ. ഓക്കെ, പാർട്ട് 5. അപ്പോൾ പാർട്ട് 5ൽ നമുക്ക് കുറേ തിയറീസ് ആണ് പഠിക്കാനുള്ളത്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, സോ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ് ആദ്യത്തെ ടോപ്പിക്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, നിങ്ങൾ ആ പേര് കേൾക്കുന്ന പോലെ തന്നെയാണ്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് അല്ലെ, സൗണ്ട് എന്ത് ചെയ്യുന്നു, റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ഇവിടെ ഒരു അലാം ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു അലാം ക്ലോക്കിൽ എന്ത് ചെയ്യുന്നു, സൗണ്ട് ഇങ്ങനെ പോകുന്നു, ഈ ഒരു ഗ്ലാസ്സിൽ തട്ടുന്നു, തിരിച്ച് അതേ സൗണ്ട് എന്ത് ചെയ്യുന്നു, റിഫ്ലക്ഷൻ സംഭവിച്ച് പോകുന്നു. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് ആകെ ഒരു കാര്യമേ മനസ്സിലാക്കി എടുക്കണ്ടു. സൗണ്ട് വേവ്സ് റിഫ്ലക്ട് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ ഗ്ലാസ് പ്ലേറ്റ്. ഒരു ഗ്ലാസ് പ്ലേറ്റിൽ തട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ തട്ടിയതിന് ശേഷം സൗണ്ട് എന്ത് ചെയ്യുന്നു, അതേപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഇത് നിങ്ങൾ ലൈറ്റിന്റെ കേസിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. ലൈറ്റ് ഒരുപോലെ വന്നിട്ട് ഒരുപോലെ പോണത് സ്മൂത്ത് സർഫസിലും റഫ് സർഫസിലും. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. സ്മൂത്ത് സർഫസ് റിഫ്ലക്ട് സൗണ്ട് മോർ എഫക്റ്റീവ്ലി ദാൻ റഫ് സർഫസ്. റഫ് സർഫസിനേക്കാൾ കൂടുതലായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് എവിടെയാണ്, സ്മൂത്ത് സർഫസിലാണ്. ഓക്കെ, കൂടുതലായിട്ടും റിഫ്ലക്ട് ചെയ്യുന്നത് എവിടെയാണ്, സ്മൂത്ത് സർഫസിലാണ്. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. സ്മൂത്ത് സർഫസ് റിഫ്ലക്ട് സൗണ്ട് മോർ എഫക്റ്റീവ്ലി, കൂടുതലായിട്ട് നല്ല പോലെ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നത് ഇതാണ്, സ്മൂത്ത് സർഫസിൽ വെച്ചിട്ടാണ്. ഓക്കെ, ആ സ്മൂത്ത് സർഫസ് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് അറിയോ? സൗണ്ട് ബോർഡുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഈ പറഞ്ഞ സീലിങ്ങുകൾ കർവ്ഡ് ആയിട്ടായിരിക്കും പണിയുന്നുണ്ടാവുക. കാരണം എന്താണ്, റിഫ്ലക്ഷൻ കൂടുതലായിട്ട് നടക്കണം. ഓക്കെ, സൗണ്ട് കൂടുതലായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ കൂടുതലായിട്ട് നടക്കണം. ഇങ്ങനെ ഈ റിഫ്ലക്ഷൻ കൂടുതൽ നടക്കണം എന്നുണ്ടെങ്കിൽ അത് എവിടേക്കാണ്, സൗണ്ട് ബോർഡുകളിലാണ്. അതുപോലെ തന്നെ കർവ്ഡ് സീലിംഗ്സ് ഓഫ് ഹാളാണ്. ഓക്കെ, സോ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്ന 2 സ്ഥലങ്ങളാണ്. ഏതൊക്കെയാടാ? യെസ്, സൗണ്ട് ബോർഡ്, അതുപോലെ തന്നെ സീലിംഗ് ഓഫ് എ ഹാൾ അല്ലെ, കർവ്ഡ് സീലിംഗ് ഓഫ് എ ഹാൾ. ഇത് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിനെ കുറിച്ച് പഠിച്ചു വെക്കേണ്ടത്. എന്താ സംഭവം, ഇവിടെ ലൈറ്റ് വരുന്നു, ലൈറ്റ് അല്ല, സൗണ്ട് ആണ്. ലൈറ്റ് പോലെ തന്നെയാണ് സൗണ്ട്. ലൈറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, സൗണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ വരുന്നു. സൗണ്ട് എന്ത് സംഭവിക്കുന്നു, സൗണ്ട് വരുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു, ഓഡിയൻസിലേക്ക് എത്തുന്നു. ഇവിടെ അതെ, സൗണ്ട് കർവ്ഡ് സീലിംഗ് ആണ്. ഈ കർവ്ഡ് സീലിംഗിലേക്ക് സൗണ്ട് വരുന്നു, തട്ടുന്നു, തിരിച്ച് ഓഡിയൻസിലേക്ക് എത്തുന്നു. ഇതാണ് നടക്കുന്ന പരിപാടി. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് നമ്മൾ പഠിക്കണം. നമ്മൾ ഓൾറെഡി റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി എന്താണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ? ഒന്നുമില്ലടാ, സിമ്പിളാ. അതായത് ആദ്യമേ ഒരു സൗണ്ട് കൊടുത്തു, ഈ സൗണ്ട് റിഫ്ലക്ഷൻ സംഭവിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഈ റിഫ്ലക്ഷൻ സംഭവിച്ച സൗണ്ട് തന്നെ വീണ്ടും റിഫ്ലക്ഷൻ സംഭവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നോക്കുക, റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് ഗെറ്റ് റിഫ്ലക്റ്റഡ് അഗെയിൻ. റിഫ്ലക്ട് ചെയ്ത സൗണ്ട് വേവുകൾ വീണ്ടും റിഫ്ലക്ട് ചെയ്തു. ഇതിനെയാണ് എന്ത് പറയുക, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുക. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ് ഗെറ്റ് റിഫ്ലക്റ്റഡ് അഗെയിൻ. എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്ത സൗണ്ട് വേവുകൾ വീണ്ടും റിഫ്ലക്ട് ചെയ്യുന്നു. അതിനെയാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുക. ഓക്കെ, റിഫ്ലക്ട് ചെയ്ത സൗണ്ട് വേവ് വീണ്ടും റിഫ്ലക്ട് ചെയ്യുന്നു. ഇതിനെയാണ് എന്ത് പറയുക, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുക. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ കുഞ്ഞി ടോപ്പിക്, ഇക്കോ എന്നൊരു ടോപ്പിക്ക് പഠിക്കാം. ഇക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ വളരെ സുഖമാണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ ഇത്തിരി പണിയുണ്ട്. ഓക്കെ, എക്കോ ഈസ് ദ സൗണ്ട് ഹിയേർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ഇനീഷ്യൽ സൗണ്ട്. അതായത് മക്കളെ, എന്താ എക്കോ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ടോപ്പ് ഓഫ് ദ ഹില്ല് പോയിട്ട് എന്ന് സൗണ്ട് എടുക്കുന്ന സമയത്ത് തിരിച്ച് ആ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും അല്ലേ, ശരിയല്ലേ? ഇപ്പൊ ഞാൻ അവിടെ മുകളിൽ ചെന്നിട്ട്, ഒരു കുന്നിന്റെ മുകളിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഹില്ലിന്റെ മുകളിൽ ചെന്നിട്ട് അഭിഷേക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, തിരിച്ചെനിക്ക് അഭിഷേക് എന്ന് തിരിച്ചു കേൾക്കും. നിങ്ങൾ വല്ല ഹിന്ദി സിനിമകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ, ഷാരൂഖ് ഖാൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ തിരിച്ചെന്ത് ചെയ്യും, അതേ സൗണ്ട് തന്നെ തിരിച്ചു കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതുപോലെയാണ് എക്കോ എന്ന് പറയുന്നത്. എക്കോ ഇസ് ദ സൗണ്ട് ഹിയേർഡ് ആഫ്റ്റർ എ വൈൽ. കുറച്ച് നേരത്തിന് ശേഷം കേൾക്കുന്ന സൗണ്ടാണ് ഡ്യൂ ടു റിഫ്ലക്ഷൻ ഓഫ് ഇനീഷ്യൽ സൗണ്ട്. തുടക്കത്തിൽ കൊടുത്ത സൗണ്ടിന്റെ റിഫ്ലക്ഷൻ കാരണം കുറച്ച് സമയം കഴിയുമ്പോൾ അതേ സൗണ്ട് തന്നെ കേൾക്കാനായിട്ട് പറ്റും. അതിനെയാണ് എന്ത് പറയുക, ഇക്കോ എന്ന് നമ്മൾ പറയാ. ഇപ്പൊ ഇക്കോ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞു പറയാൻ എളുപ്പമാണ് ഇക്കോ എന്ന്, പക്ഷെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കാൻ ഇത്തിരി പണിയുണ്ട്. അതെന്തായാലും എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, സോ അതിന്റെ ഇൻസ്റ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു എന്ത് ചെയ്യുന്നു, ഗ്രേറ്റർ മൗണ്ടനിൽ പോയിട്ട് ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് അതേ ക്ലാപ്പിംഗ് തിരിച്ച് കേൾക്കാനായിട്ട് പറ്റും. അത് ഇക്കോയുടെ ഒരു എന്തായിട്ട് എടുക്കാം, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക. ഇക്കോ എന്ന് പറയുന്നത് എന്താണ്, ഇനീഷ്യൽ സൗണ്ടിന്റെ അതേ റിഫ്ലക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ പറഞ്ഞ ഇക്കോ എന്ന് പറയുക. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഈ ഒരു സ്ലൈഡിൽ വൈ ഡോണ്ട് വി ഹിയർ ഇക്കോ ഇൻസൈഡ് എ സ്മോൾ റൂം. അതായത് ഒരു സ്മോൾ റൂമിനകത്ത് ഞാൻ നിന്നിട്ട് കുറച്ച് സൗണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് എക്കോ കേൾക്കാനായിട്ട് പറ്റുമോ? പറ്റില്ല.
കാരണം എന്താ, സ്മോൾ റൂമിൽ നമുക്കറിയാം ഡിസ്റ്റൻസ് വളരെ കുറവാണ് അല്ലേ. റിഫ്ലക്റ്റിംഗ് സർഫസും ഈ പറഞ്ഞ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിൽ എന്താണ്, ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കില്ല, എക്കോ നടക്കില്ല കേട്ടോ. എക്കോ എന്തെയില്ല, ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറഞ്ഞ എക്കോ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് വേണം. അതായത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടും ഈ പറഞ്ഞ റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ എന്ത് വേണം, ഒരു മിനിമം ഡിസ്റ്റൻസ് വേണം. ആ മിനിമം ഡിസ്റ്റൻസ് ആണ് മക്കളെ എത്ര, 17.5 മീറ്റർ എന്ന് നമ്മൾ പറയും. ഓക്കെ, 17.5. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കാണാതെ, നിങ്ങൾ പഠിക്കാതെ ഇരിക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കും പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിങ്. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പലരും പഠിക്കാത്തവരുണ്ടാവും, പലരും അത് ബോൾഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കാണാത്തതുണ്ടാവും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ദ ഓഡിറ്ററി എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സൗണ്ട്, ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഡിറ്ററി എക്സ്പീരിയൻസ് പെർസിസ്റ്റ് ഫോർ അബൌട്ട് 0.1, അതായത് 1/10 എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് 0.1 സെക്കൻഡ് ആണ്. ഓക്കെ, 0.1 സെക്കൻഡ് ആണ്. അപ്പോൾ ഈ 0.1 സെക്കൻഡ് നേരത്തേക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ സൗണ്ട് കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മുടെ ചെവിയിൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അവിടെ തങ്ങി നിൽക്കും. ഓക്കെ, അതിനെയാണ് എന്ത് പറയുക, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ മക്കളെ, ഞാനിവിടെ സൗണ്ട് ഉണ്ടാക്കി, ഈ സൗണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ചെവിയിൽ എന്ത് ചെയ്യും, ഒരു 0.1 സെക്കൻഡ് നേരത്തേക്ക് അല്ലെങ്കിൽ 1/10 സെക്കൻഡ് നേരത്തേക്ക് എന്ത് ചെയ്യും, ഒന്ന് തങ്ങി നിൽക്കും. അതിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുക. പലരും നോട്ട് ചെയ്യാതെ പോകുന്ന പോയിന്റ് ആയിരിക്കും പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. എന്തായാലും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ 1/10 സെക്കൻഡ് നേരം എന്ത് ചെയ്യും, നമ്മുടെ ചെവിയിൽ കുറച്ച് നേരം സൗണ്ട് തങ്ങി നിൽക്കും, പെർസിസ്റ്റ് ചെയ്യും. പെർസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തങ്ങി നിൽക്കും. ഓക്കെ, ഈ തങ്ങി നിൽക്കുന്ന പരിപാടിനെയാണ് എന്ത് പറയുക, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ, യെസ്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് ആ ഒരു ഡിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, ഹൗ ഫാർ ഡസ് ദ സൗണ്ട് ട്രാവൽ ഡ്യൂറിങ് ദിസ് ടൈം എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ടൈം നമ്മൾ കണ്ടു 1/10 സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 0.1 സെക്കൻഡ് ആണ്. ഓക്കെ, 0.1 സെക്കൻഡ് ആണ്. ഇതിൽ നമുക്ക് കണ്ടെത്തേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്യാണ്, ഇക്വേഷൻ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മാത്സിൽ നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷനാണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലേ. ഇവിടെ സ്പീഡ്, സൗണ്ടിന്റെ സ്പീഡ് നിങ്ങൾക്കറിയാം 350 ആണെന്ന്. എനിക്കറിയാം, നിങ്ങൾക്ക് അറിയില്ല എന്ന് അല്ലേ. സൗണ്ടിന്റെ സ്പീഡ് എത്രയാടാ, അറിയൂല ശരിയല്ലേ. എത്രയാണ്, 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സൗണ്ടിന്റെ സ്പീഡ് എത്രയാണ്, 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇൻറ്റു സമയം നമ്മളിപ്പോൾ കണ്ടു 1/10. ഇവിടെ ഈ 10ൽ 0 കട്ട് ചെയ്ത് പോയി, ബാക്കി എത്ര വന്നു, 35 മീറ്റർ എന്ന് വന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എക്കോ അല്ലെങ്കിൽ എക്കോ ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു സൗണ്ട് ട്രാവൽ ചെയ്തത് 35 മീറ്റർ ആയിരിക്കും. ഓക്കെ, ആ ഒരു സൗണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 35 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഒരു മിനിമം എക്കോ ഉണ്ടാവണമെങ്കിൽ ആ ഒരു സൗണ്ട് എത്ര ട്രാവൽ ചെയ്യണം, 35 മീറ്റർ ട്രാവൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ മക്കളെ, അതായത് ഞാനും ഈ പറഞ്ഞ റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് വേണമെന്നറിയോ, ഇതിന്റെ പകുതി മതി. ഏതിന്റെ, ഈ പറഞ്ഞ 35 മീറ്ററിന്റെ പകുതി ഡിസ്റ്റൻസ് മതിയാവും ഞാനും ഈ പറഞ്ഞ റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള അകലം. ഓക്കെ, അത് തമ്മിലുള്ള അകലം എത്ര മതി, ഈ 35ന്റെ പകുതി എത്രയാണ്, 17.5 എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. അതായത് ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, എഴുതുന്നവരുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. അതായത് ഞാനിവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു സൗണ്ട് എന്ത് ചെയ്യണം, 17.5 മീറ്റർ ഈ ഒരു റൈറ്റ് ഡയറക്ഷനിലേക്ക് പോകണം. ഓക്കെ, എന്നിട്ട് ഈ സൗണ്ട് തിരിച്ച് ആ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസിൽ തട്ടിയിട്ട് തിരിച്ച് എൻ്റെ ചെവിയിലേക്ക് വരണം. ശരിയല്ലേ, അത് മൊത്തത്തിനെയാണ് നമ്മൾ 35 മീറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനും ഈ പറഞ്ഞ റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ ഇതിന്റെ പകുതി ഡിസ്റ്റൻസ് പോരെ. യെസ്, ഇതിന്റെ പകുതി ഡിസ്റ്റൻസ് മതി. എന്ന് പറഞ്ഞാൽ എത്രയാണ്, 17.5 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കുക, ഞാനിവിടെ എക്കോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവം, ഞാനിവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു, ഈ സൗണ്ട് വെറുതെ നിന്നാൽ മതിയോ, ഇല്ല, റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് പോകണം, എന്നിട്ട് തിരിച്ച് എൻ്റെ സ്ഥലത്തേക്ക് എത്തണം. അതാണ് എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ എക്കോ ഉണ്ടാവണമെങ്കിൽ 17.5 മീറ്റർ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് പോകണം. അതിനുശേഷം തിരിച്ച് എന്ത് ചെയ്യണം, ഈ 17.5 എന്ത് ചെയ്യണം, അത്രയും ഡിസ്റ്റൻസ് തന്നെ എൻ്റെ ചെവിയിലേക്ക് തിരിച്ചെത്തണം. ഓക്കെ, ഇതാണ് എക്കോയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാനും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് മിനിമം വേണം, എത്ര ദൂരം മിനിമം വേണം, 17.5 മീറ്റർ എങ്കിലും മിനിമം വേണം എക്കോ കേൾക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എക്കോ കേൾക്കണമെന്നുണ്ടെങ്കിൽ 17.5 മീറ്റർ മിനിമം ഡിസ്റ്റൻസ് വേണം. ഇതിനും കൂടിയാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഇതിൽ കുറഞ്ഞാൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. ഇതിന് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, എക്കോ ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 17.5 മീറ്റർ ആണ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കാൽക്കുലേഷൻ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക,
അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്പീഡ് ഇൻറ്റു ടൈമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഫയർ ക്രാക്കറിന്റെ എക്കോ കേൾക്കുന്നുണ്ട്, 1 സെക്കൻഡാണ് സമയം, അതുപോലെ സൗണ്ടിന്റെ സ്പീഡ് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡാണ്, സ്പീഡ് എന്ന് പറയുന്നത് 350 ആണ്. ഓക്കെ, നമുക്ക് കണ്ടെത്തേണ്ടത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് 350 ആണ് ഇൻറ്റു സമയം എന്ന് പറയുന്നത് ഈ ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത് 1 സെക്കൻഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പീഡ് 350, സമയം 1 സെക്കൻഡ്. അപ്പോൾ 350 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 350 വന്നു. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കണം, ഇവിടെ 350 ഇൻറ്റു 1 എന്ന് വന്നു എന്ന് പറഞ്ഞാൽ 350 തന്നെ. അപ്പോൾ മനസ്സിലാക്കുക, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായി, 350 ആയി. അതായത് ഇവിടെ ലോജിക്ക് നിങ്ങൾ ഉപയോഗിക്കണം. ഞാനും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ ഈ സൗണ്ട് ഇങ്ങനെ പോയിട്ട് തിരിച്ചെത്താനുള്ള ഡിസ്റ്റൻസ് ആണ് 350. ഓക്കെ, സൗണ്ട് ഇങ്ങനെ പോയിട്ട് തിരിച്ച് എൻ്റെ ചെവിയിലേക്ക് കേൾക്കാനുള്ള ഡിസ്റ്റൻസ് ആണ് 350. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, ദെൻ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സൗണ്ട് ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ആൻഡ് ബാക്ക് വിൽ ബി 2D. അതായത് ഡിസ്റ്റൻസ് 2D ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് 2D എന്ന് പറയാൻ കാരണം എന്താണ്, ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്, ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്, പോയത് D, തിരിച്ചു വന്നത് D. അങ്ങനെയാണെങ്കിൽ മൊത്തം ഡിസ്റ്റൻസ് 2D എന്നല്ല നമ്മൾ എടുക്കുക. ഓക്കെ, പോയ ഡിസ്റ്റൻസ് D, തിരിച്ചു വന്ന ഡിസ്റ്റൻസ് D എന്ന് പറഞ്ഞാൽ മൊത്തം ഡിസ്റ്റൻസ് 2D. ഓക്കെ, മൊത്തം ഡിസ്റ്റൻസ് 2D എന്നാണ് എടുക്കുക. അപ്പോൾ 2D ആണ് അവരിവിടെ നൽകിയിരിക്കുന്നത് 350 എന്ന്. ഓക്കെ, അതാണ് നമുക്കിപ്പോൾ ചെയ്തപ്പോൾ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ D എന്ന് പറയുന്ന വാല്യൂ എത്രയായിരിക്കും, 350ന്റെ പകുതി അഥവാ എത്രയായിരിക്കും, 175 മീറ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ ഇത് ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ഇതിന്റെ കേസായിട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ, കൃത്യമായിട്ട് കിട്ടുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ എസ്പെഷ്യലി നമ്മൾ എടുത്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ടാവും, അതിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 175 മീറ്റർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറഞ്ഞ ഡിസ്റ്റൻസ് വരുന്നുണ്ടാവും. ഓക്കെ, സോ ഇനി അടുത്തത് നമ്മൾ കിടക്കുന്നത് റിവർബറേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. റിവർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് എക്കോടെ തന്നെ വേറൊരു രൂപമാണ് കേട്ടോ. എക്കോടെ തന്നെ വേറൊരു രൂപം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, നിങ്ങൾ വലിയ ഒരു കെട്ടിടത്തിലൊക്കെ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗോൾ ഗുംബസ് ഇൻ ബിജാപൂർ. നിങ്ങൾ പോയിട്ടുണ്ടോ ഈ ഗോൾ ഗുംബസ് ഇൻ ബിജാപൂരിൽ? ഞാൻ പോയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ കർണാടകയിലുള്ള ഗോൾ ഗുംബസ് ഇൻ ബിജാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ സ്ഥലത്ത് ഞാനിവിടെ എത്തിയെന്ന് വിചാരിച്ചോ, ഞാനിവിടെ എത്തിയിട്ട് വാ എന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ പല തവണ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടന്നിട്ട് ഇവിടെ എനിക്ക് എന്ത് കേൾക്കാൻ പറ്റും, ഒരു ബൂം സൗണ്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, ബൂം എന്ന് പറഞ്ഞാൽ ഒരു മുഴക്കം കേൾക്കാനായിട്ട് പറ്റും, ശരിയല്ലേ, ഒരു മുഴക്കം കേൾക്കാനായിട്ട് പറ്റും. ഈ മുഴക്കത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, റിവർബറേഷൻ എന്ന് പറയുക. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, റിവർബറേഷൻ ഈസ് ദ ലിങ്കറിംഗ് ഓഫ് സൗണ്ട് ഈവൻ ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട് ഹാസ് സീസ്ഡ്. അതായത് ഞാൻ കൊടുത്ത സൗണ്ട് നിന്ന് കഴിഞ്ഞാലും എന്ത് സംഭവിക്കും, എനിക്ക് ആ ഒരു മുഴക്കം തിരിച്ച് കേൾക്കാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിവർബറേഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആൻഡ് ദ ബൂം ഫെയ്ഡ്സ് അവേ ഗ്രാജുവലി. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ് ആക്ച്വലി സംഭവിക്കുന്നത്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, കുറേ തവണ എന്ത് നടക്കും, ഈ പറഞ്ഞ സൗണ്ട് എന്ത് ചെയ്യും, റിഫ്ലക്ഷൻ സംഭവിക്കും. ഈ റിഫ്ലക്ഷൻ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ബൂം സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മുഴക്കം എന്നാണ് മലയാളം പറയാ. അപ്പോൾ ഈ മുഴക്കം എന്ത് ചെയ്യും, പതിയെ സ്റ്റോപ്പ് ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഞാനിവിടെ ആ ഒരു ഗോൾ ഗുംബസിൽ പോയിട്ട് വാ എന്ന് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് കേൾക്കാൻ പറ്റും, എനിക്കൊരു മുഴക്കം അവിടെ കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ റിവർബറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക യെല്ലോ ബോക്സിൽ. ഓക്കെ, സോ അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വൈ ആർ ദ വാൾസ് ഓഫ് ദ ലാർജ് ഹാൾ ലൈക്ക് സിനിമ തിയേറ്റേഴ്സ് മെയ്ഡ് റഫ്. അതായത് സിനിമ തിയേറ്റേഴ്സിൻ്റെ ഹാളുകളൊക്കെ അതുപോലെ സീലിങ്സ് ഒക്കെ എന്തായിരിക്കും, കർവ്ഡ് ആയിരിക്കും, അതുപോലെ കുറച്ച് റഫ് ആയിരിക്കും. ഓക്കെ, സോ അതിന് കാരണം മറ്റൊന്നുമല്ല, ടു റെഡ്യൂസ് റിവർബറേഷൻ. ഓക്കെ, റിവർബറേഷൻ എന്ത് ചെയ്യാനാണ്, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റിവർബറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക, ഈ പറഞ്ഞ റഫ് സർഫസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിനിമ തിയേറ്റേഴ്സിൽ. യെസ്, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത മക്കളെ, ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ പോയിന്റ് ആണ്, 20 മുതൽ 20,000 ഹേർട്സ് വരെയുള്ള സൗണ്ടിലുള്ള ഫ്രീക്വൻസി മാത്രമേ നമുക്ക് മനുഷ്യന്മാർക്ക് കേൾക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ ബ്ലൂ നോക്കുന്ന സമയത്ത് കാണാം, 20 തുടങ്ങി 20,000 വരെയുള്ള ഹേർട്സ് മാത്രമേ ആർക്ക് കേൾക്കുള്ളൂ, ഈ പറഞ്ഞ മനുഷ്യന്മാർക്ക് കേൾക്കുള്ളൂ. അപ്പോൾ അതൊരു പോയിന്റാണ്, 1 മാർക്കിന്റെ ചോദ്യം നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ 20 to 20,000 ഹേർട്സ് എത്രയാണ്, 20 to 20,000 ഹേർട്സ്. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കാം. ഇനി ഇവിടെ മനസ്സിലാക്കണം, 20 മുതൽ 20,000 ഹേർട്സ് വരെയാണ് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട്. നമുക്ക് കേൾക്കാൻ പറ്റുന്നത് 20,000 ആണ് അല്ലേ മാക്സിമം. അതിനേക്കാൾ കൂടിയ സൗണ്ടിന് നമ്മൾ പറയും അൾട്രാസോണിക് സൗണ്ട്. ഓക്കെ,
ഇനി 20-നേക്കാൾ കുറഞ്ഞ സൗണ്ടിന് നമ്മൾ പറയും ഇൻഫ്രാസോണിക് സൗണ്ട്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതായത് 20,000-നേക്കാൾ കൂടുതലാണെങ്കിൽ അൾട്രാസോണിക്. ഇനി 20-നേക്കാൾ കുറവാണെങ്കിൽ കുറവുള്ള സൗണ്ടുകളെ ഇൻഫ്രാസോണിക് എന്ന് പറയും. ഓക്കെ ആണല്ലോ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഫ്രാസോണിക്കിൽ സീസ്മിക് വേവ്സ് വരും, അതുപോലെ ഈ പറഞ്ഞ പീജിയൻസിന് കേൾക്കാൻ പറ്റും അതൊക്കെ. ഇനി അൾട്രാസോണിക് ആർക്കൊക്കെ കേൾക്കാൻ പറ്റും എന്നറിയോ? ഡോഗ്സിന് കേൾക്കാൻ പറ്റും, മോത്തിന് കേൾക്കാൻ പറ്റും, അതുപോലെ എലിഫന്റിന് ചെറിയ രീതിയിൽ കേൾക്കാൻ പറ്റും, ബാറ്റുകൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്ക് 20 മുതൽ 20,000 വരെ കേൾക്കാൻ പറ്റും. അതിനെയാണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ഈ 20,000-ന് മുകളിൽ പോയി കഴിഞ്ഞാൽ അതിനെന്ത് പറയും? അൾട്രാസോണിക് സൗണ്ടുകൾ എന്ന് പറയും. ഇനി 20-നും താഴെ പോയി കഴിഞ്ഞാൽ അതിനെന്ത് പറയും? ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ, യെസ്, അതാണ് ഈ ഒരു കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അതായത് ഒരു ഗാൾട്ടൺ വിസിൽ, ഈ പറഞ്ഞ ആനിമൽസിനൊക്കെ ട്രെയിൻ ചെയ്യാൻ, ഡോഗ്സിനൊക്കെ ട്രെയിൻ ചെയ്യാനാണ് ഗാൾട്ടൺ വിസിൽ ഉപയോഗിക്കുക. അതിൻ്റെ ഫ്രീക്വൻസി 30,000 ഹേർട്സ് ആണെന്നുള്ളത് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ അപ്പോൾ ഡോഗ്സിന് എന്ത് കേൾക്കാൻ പറ്റും? അൾട്രാസോണിക് സൗണ്ടുകൾ കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, അതൊക്കെ പെട്ടെന്ന് എർത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും? കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാണ് കാരണം. അൾട്രാസോണിക് സൗണ്ടുകൾ ആർക്ക് കേൾക്കാൻ പറ്റും? ഈ പറഞ്ഞ ഡോഗ്സിന് പെട്ടെന്ന് തന്നെ കേൾക്കാൻ പറ്റും. അതാണ് എന്ത്? അൾട്രാസോണിക് സൗണ്ടുകൾ കേൾക്കാൻ പറ്റുന്നതുകൊണ്ടാണ് എർത്ത് ഈ പറഞ്ഞ നായ്ക്കൾക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, യെസ്, അപ്പോൾ ഇതിൽ നിങ്ങൾ ഇത്രേ പഠിക്കണ്ടു. ശ്രദ്ധിക്കൂ. ഫോർ എ പേഴ്സൺ വിത്ത് നോർമൽ ഹിയറിംഗ്, സാധാരണ കേൾവിയുള്ള ഒരാൾക്ക് ലോവർ ലിമിറ്റ് ഓഫ് ഓഡിബിൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ 20 ഹേർട്സ് ആണ്. ഏറ്റവും താഴെ അവർക്ക് കേൾക്കാൻ പറ്റുക 20 ഹേർട്സ് ആണ്. ഏറ്റവും അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 അല്ലെങ്കിൽ 20K, അല്ലെ 20,000. ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം 20,000 എന്ന് പറഞ്ഞാൽ എന്താണ്? 20K ഹേർട്സ് ആണ്. ഓക്കെ, അപ്പോൾ അതുവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്പർ ലിമിറ്റ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ 20യേക്കാൾ കുറഞ്ഞ സൗണ്ടും 20,000-നേക്കാൾ കൂടിയ സൗണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കേൾക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ സൗണ്ട് വിത്ത് ഫ്രീക്വൻസി ബിലോ 20 ഹേർട്സ് ഈസ് ഇൻഫ്രാസോണിക്. 20-നേക്കാൾ കുറവുള്ളതിനെ ഇൻഫ്രാസോണിക് എന്ന് പറയും. നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? 20-നേക്കാൾ കുറവുള്ളതിനെ എന്ത് പറയും? ഇൻഫ്രാസോണിക് എന്ന് പറയും. ഇനി 20,000-നേക്കാൾ കൂടുതലുള്ളതിനെ അൾട്രാസോണിക് എന്ന് പറയും. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? തിയറിയാണ്, പഠിച്ചു വെച്ചേക്കുക. ഇനി അൾട്രാസോണിക് സൗണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ ബാറ്റുകൾ പ്രേനെ ക്യാച്ച് ചെയ്യുന്നത്, ഇരകളെ പിടിക്കുന്നത് എന്താണ്? അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അതുപോലെ തന്നെ യൂസസ് ഓഫ് അൾട്രാസോണിക് സൗണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. മെഡിക്കൽ ഫീൽഡിലാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. ഓക്കെ, മെഡിക്കൽ ഫീൽഡിൽ ഈ പറഞ്ഞ കിഡ്നിയിലെ ചെറിയ ചെറിയ സ്റ്റോണുകൾ എന്ത് ചെയ്യാൻ? ക്രഷ് ചെയ്യാനായിട്ട്, പൊടിക്കാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസിന്റെ ഇമേജുകൾ എടുക്കാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ സ്പൈറൽ ട്യൂബുകൾ ക്ലീൻ ചെയ്യാൻ, മെഷീൻ പാർട്സ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ സോണാർ, 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, സൗണ്ട് ആൻഡ് നാവിഗേഷൻ റേഞ്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സോണാർ എന്ന ഡിവൈസിൽ എന്ത് ചെയ്യാൻ? ഈ പറഞ്ഞ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് അണ്ടർ വാട്ടർ ഒബ്ജക്റ്റിൻ്റെ എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി സോണാറിൽ എന്ത് ഉപയോഗിക്കും? അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യും. സോ ഞാൻ പറയുന്നു, ദിസ് ഈസ് എ 4 മാർക്ക് ക്വസ്റ്റ്യൻ. യു ഹാവ് ടു എക്സ്പെക്ട് എ 4 മാർക്ക് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ടോപ്പിക്. ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു 4 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഓണപരീക്ഷ ഉണ്ടെങ്കിൽ ആ പരീക്ഷയ്ക്ക് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേം എക്സാം ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ആ ടേം എക്സാമിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ അൾട്രാസോണിക് വേവ്സിന്റെ ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഒരു 95% നമുക്ക് എന്ത് ചെയ്യാം? ചാൻസ് പറയാം. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, ഇനി അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് സീസ്മിക് വേവ്സും അതുപോലെ തന്നെ സുനാമിയും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, സീസ്മിക് വേവ്സ് ആർ ദോസ് വിച്ച് ട്രാവൽ ത്രൂ എർത്ത് ക്രസ്റ്റിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു വേവ് ആണ് സീസ്മിക് വേവ് ദാറ്റ് റിസൾട്ട് ഇൻ എർത്ത് ക്വേക്ക്. ഓക്കെ, എർത്ത് ക്വേക്കിന്റെ ഭാഗമായിട്ട് ഭൂമി കുലുക്കം അല്ലെങ്കിൽ ഭൂചലനം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? എർത്ത് ക്രസ്റ്റിൽ ഉണ്ടാവുന്ന ചില വേവുകളാണ് സീസ്മിക് തരംഗങ്ങൾ, സീസ്മിക് വേവ്സ് എന്ന് പറയും. ഇനി നിങ്ങൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത് ഇവിടെ നിന്നാണ്. സീസ്മോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സീസ്മിക് വേവ്സ്. സീസ്മിക് വേവുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസ് ആണ് സീസ്മോളജി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ദ ഇന്റൻസിറ്റി ഓഫ് എർത്ത് ക്വേക്ക് ഈസ് ഡിറ്റർമൈൻഡ് ബൈ റിച്ചർ സ്കെയിൽ. അതായത് ഈ എർത്ത് ക്വേക്ക്, ഭൂമി കുലുക്കത്തിന്റെ ഇന്റൻസിറ്റി അളക്കാനായിട്ട് റിച്ചർ സ്കെയിൽ ഉപയോഗിക്കും. ഓക്കെ, മനസ്സിലാക്കുക. ഇവിടെ നിന്ന് ഒരു 2 മാർക്കിന്റെ ചോദ്യം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇത് 1 മാർക്കിന്റെ. ഓക്കെ, അതായത് സീസ്മോളജി എന്ന് പറഞ്ഞത് ഒരു 1 മാർക്ക് ചോദ്യമാണ്. അതുപോലെ റിച്ചർ സ്കെയിൽ എന്ന് പറഞ്ഞതും ഒരു മാർക്കിന്റെ ചോദ്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് 2 എണ്ണം മനസ്സിലാക്കി പഠിച്ച് മുമ്പോട്ട് പോവുക. സീസ്മോളജി സീസ്മിക് വേവുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അതുപോലെ ഇന്റൻസിറ്റി അളക്കാനായിട്ട് നമ്മൾ റിച്ചർ സ്കെയിലാണ് ഉപയോഗിക്കുക.
ഓക്കെ. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ലാസ്റ്റ് സുനാമിയുടെ കുറിച്ചൊരു എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. സുനാമി ഈസ് എ സീരീസ് ഓഫ് ജൈജാൻറ്റിക് വേവ്സ് കോസ്ഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലാർജ് വോളിയം ഓഫ് വാട്ടർ ഇൻ ദ സീ. അതും ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻറ്റ് ഒന്നുമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്ത് ചെയ്യുക, എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാൻ പറ്റില്ല. സുനാമിയുടെ ഭാഗം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ. സോ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വേണ്ട, അതായത് 2019 മുമ്പ് ഈ ചാപ്റ്ററുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾ ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി എത്തിക്കാൻ ശ്രമിക്കാം. സോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത്, ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എല്ലാ 5 വീഡിയോസും, ഈ പറഞ്ഞ 5 പാർട്ടുകളും ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് ആ സമയമുള്ള സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടതെങ്കിൽ, ആ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു, ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. ഓക്കെ. സോ ബൈ, താങ്ക് യു.